തമിഴ്നാട്ടിലും ആവേശകരമായ പോളിംഗ് ആണ് നടന്നത്. ആവേശകരമായ പ്രചരണങ്ങൾക്കൊടുവിൽ തമിഴ്നാട്ടിലും റെക്കോർഡ് പോളിംഗ് 84.41% വോട്ടാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. 1977 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കരൂരിലും സേലത്തുമാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, പശ്ചിമ ബംഗാളിൽ 91% കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 10%-ലധികമാണ് ഇക്കുറി തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. TVKയും DMKയും ADMK BJP സഖ്യവും വലിയ പ്രചരണമാണ് തമിഴ്നാട്ടിലുടനീളം നടത്തിയത്. ആവേശം അണമുറിയാത്ത പ്രചരണം വോട്ടെടുപ്പിലും പ്രതിഫലിച്ചു എന്ന് വേണമോ കരുതാൻ? ആർക്കനുകൂലമാകും ഉയർന്ന പോളിംഗ് എന്നാണ് കണക്കുകൂട്ടൽ? അരുൺകുമാർ, തമിഴ്നാട്ടിൽ രണ്ട് മുന്നണികളും വിജയുടെ TVKയും ഇളക്കി മറിച്ചു നടത്തിയ പ്രചരണം, അതിന്റെ അവസാനത്തിൽ പോളിംഗ് ശതമാനം വളരെ ഉയർന്നു നിൽക്കുന്നു എന്നതാണ് കാണുന്നത്. 6 മണിവരെ 84.41% ആളുകൾ വോട്ട് ചെയ്തു. വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലെത്തി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. അന്തിമ കണക്കിൽ മാറ്റം വരാം എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. SIRന്റെ എഫക്ട് കൂടി സ്വാഭാവികമായും ഈ പോളിംഗ് ശതമാനം ഉയർന്നതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. നിർജ്ജീവമായതടക്കം 70 ലക്ഷം പേരെ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് നേരത്തെ SIR മുഖേന നീക്കിയിരുന്നതാണ്. ഏതായാലും തമിഴ്നാട്ടിൽ 1977 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോളിംഗ് ഏറ്റവും കൂടുതൽ കരൂര്, സേലമൊക്കെയാണ്. അവിടെയൊക്കെ 90% മുകളിൽ ആളുകൾ, വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും പോളിംഗ് കുറഞ്ഞ ജില്ല കന്യാകുമാരിയാണ്. 75% ആളുകളാണ് അവിടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ തവണത്തേത് 2021 അപേക്ഷിച്ച് വലിയ തോതിൽ താരതമ്യേന വളരെ വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് ഇത്തവണ എത്തി. ഏതായാലും 3 മുന്നണികളും വലിയ ആവേശത്തിലാണ്. ഇതിൽ TVKയുടെ സാന്നിധ്യം സ്വാഭാവികമായും വിജയുടെ അവകാശവാദം അവർക്ക് അനുകൂലമായി തന്നെ അങ്ങനെ ഒരു വിധിയെഴുത്ത് ഉണ്ടാകും. അതിന്റെ ഒരു അടയാളമായി വേണം ഇപ്പോഴുയർന്ന പോളിംഗ് ശതമാനത്തെ കാണാൻ എന്ന് TVK പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാവരും ആത്മവിശ്വാസത്തിൽ വലിയ വിജയപ്രതീക്ഷയിൽ തുടരുന്നു. മെയ് 4-നാണ് വോട്ടെണ്ണൽ. അരുൺ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 85% കടന്നേക്കാം അവസാനത്തെ കണക്കുകൾ. പോസ്റ്റൽ ബാലറ്റുകൾ കൂടി വരുന്ന ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ 93%-അടുത്തേക്കാം. പശ്ചിമ ബംഗാളിൽ അവസാനത്തെ കണക്കുകൾ വരുമ്പോൾ ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരെ തുണയ്ക്കുമെന്നുള്ളതാണ്. പക്ഷേ തമിഴ്നാടിന്റെയും പശ്ചിമ ബംഗാളിന്റെയും ഉയർന്ന പോളിംഗ് കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയില്ല എന്നുള്ളതും മറ്റെന്തെങ്കിലും സൂചനയാണോ എന്നുള്ളതാണ് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും.